ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ഇന്ന് നടന്ന വിഷയങ്ങളിൽ ഷാനവാസ് വളരെ ഭംഗിയായിട്ട് ഇടപെട്ടതുപോലെ എനിക്ക് തോന്നി. അതായത് ഇപ്പോൾ അനുമോളെ പോയി ആശ്വസിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും അനുമോളുടെ അടുത്ത് പോയിട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് ബിഗ് ബോസ് ആണ്. തൊട്ടേനും പിടിച്ചേനും ഒന്നും ഇവിടെ കരയാൻ പറ്റില്ല. ഞാൻ വന്ന് ആദ്യ ആഴ്ച തന്നെ എന്നെ പിടിച്ച് പുറത്ത് കടത്തി. എന്നെ റെഡ് സോണിലിട്ട് പുറത്താക്കാനായിട്ട് അവർ ശ്രമിച്ചു. ഞാൻ അതിനെ എങ്ങനെ അതിജീവിക്കാമെന്നാണ് ഞാൻ അതിന് ശ്രമിച്ചത്. അതുപോലെ തന്നെ ഞാൻ എത്ര ദിവസമായിട്ട് ഒരു ടൂത്ത് ബ്രഷ് ബിഗ് ബോസിന്റെ അടുത്ത് ചോദിക്കുന്നു. ഇതുവരെ എനിക്ക് തന്നിട്ടില്ല. എനിക്കറിയാം എന്റെ ക്ഷമ പരീക്ഷിക്കുകയാണ് അവര്. ഞാനിപ്പോൾ ഷൂട്ടിന് പോകുന്ന സമയത്ത് എനിക്ക് അവകാശപ്പെട്ട സാധനങ്ങൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്. അത് നിനക്കും അറിയാമല്ലോ. പക്ഷെ ഇത് വേറൊരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നമ്മൾ ഇതിനെയൊക്കെ അതിജീവിച്ച് കൂടുതൽ ശക്തരായിട്ട് പുറത്തിറങ്ങുകയാണ് വേണ്ടത്. അതുകൊണ്ട് കരച്ചിലൊക്കെ അവസാനിപ്പിച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് നമ്മുടെ ഷാനവാസ് അനുമോളെ ഉപദേശിക്കുന്നുണ്ട്. ലൈവിൽ ഏറ്റവും നല്ല കുറച്ച് സന്ദർഭങ്ങളിൽ ഒന്നായിട്ടാണ് എനിക്കത് തോന്നിയത്. കാരണം ഗംഭീരമായിട്ടാണ് ഷാനവാസ് അത് പറഞ്ഞു കൊടുക്കുന്നത്. മറ്റൊരു കാര്യം, ജിസേലിന്റെ ആ ഒരു മേക്കപ്പ് ഇട്ട വിഷയത്തെ ആ ഒരു നോമിനേഷൻ ടൈമിൽ ഷാനവാസ് കുറെ കൂടെ ക്ലാരിറ്റി ആ ഒരു വിഷയത്തിൽ വരുത്തുന്നുണ്ട്. അത് തെറ്റാണെന്ന് കൃത്യമായിട്ട് അവിടെ സ്ഥാപിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ജിസേലിന്റെ ആ ഒരു പെട്ടി അല്ലെങ്കിൽ അവരുടെ സാധനങ്ങൾ വെക്കുന്ന ആ ഒരു അറ തുറന്ന് പരിശോധിച്ചത്, അവരുടെ അനുവാദമില്ലാതെ അനുമോൾ തുറന്ന് പരിശോധിച്ചത്, അതും തെറ്റാണെന്ന് ഷാനവാസ് അനുമോളടുത്തും ആ സമയത്ത് പറയുന്നുണ്ട്. ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ലൈവിലെ പ്രകടനം കാണുമ്പോൾ ഷാനവാസ് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നതായിട്ടാണ് എനിക്കിന്ന് തോന്നിയത്.